ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ASM പ്രിപ്പറേഷൻ്റെ തേർഡ് സ്റ്റഡി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നിപ്പോൾ വൈകിട്ട് ASMൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. കുറേ പേരൊക്കെ അറിഞ്ഞു കാണും. ഓഗസ്റ്റ് 2, 9 തീയതികളിലായിട്ട് ആണ് എക്സാം നടക്കുന്നത്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് 2-ാം തീയതിയാണ് കേട്ടോ എക്സാം. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാനായിട്ട് ഇല്ല. വളരെ നന്നായിട്ട് സ്മാർട്ടായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ് ഇനിയിപ്പോൾ ഉള്ള ഒരു 41 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് 5 ഇയർ പ്ലാൻ മെയിനായിട്ട് നോക്കണം എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ മലയാളം കുറച്ച് നോക്കിയിരുന്നു കേട്ടോ. മലയാളം പര്യായം, വിപരീതം, ഒറ്റപ്പദം ഈ ഭാഗങ്ങളിൽ നിന്നാണ് നോക്കിയത്. ഇത് നമ്മുടെ റാങ്ക് ഫയലിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എപ്പോഴും കുറേ നേരം ഇരുന്ന് ഒരേ പേജ് തന്നെ പഠിച്ച് തറവാക്കാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും എനിക്കിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ലതെന്ന് തോന്നുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പേജ് പെട്ടെന്ന് വായിച്ച് വിടുക. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കുറച്ച് നേരം നോക്കുക. എന്നിട്ട് വീണ്ടും ആ പേജ് എടുത്ത് ഒന്നും കൂടി വായിക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പര്യായം ഒരു പേജ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു 3-4 പ്രാവശ്യമെങ്കിലും ആ സെയിം പേജ് തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസൊക്കെ കാണുമ്പോൾ എന്തായാലും അത് ഒരുവിധം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ ആദ്യ സമയങ്ങളിൽ PSC പഠിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഭാഗം വെച്ച് ഇങ്ങനെ അതിനെ ഒന്നും കൂടി നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്ന് അതന്നെ നോക്കുമായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു മെത്തേഡാണ്. റിപ്പീറ്റ് ചെയ്ത് നോക്കുക. പക്ഷേ ഒരേ സമയം തന്നെ കുറേ നേരം അതുമ്മ ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ 2025 മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ അതേ 10 പേജ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം കേട്ടോ ചെയ്തത്. പിന്നത്തെ 10 പേജ് നോക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. പിന്നെ 5 ഇയർ പ്ലാനാണ് കേട്ടോ നോക്കിയത്. എൻ്റെ ഉള്ളത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ്. അപ്പോൾ ആദ്യം ആ റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളാണ് വായിച്ച് നോക്കിയത്. പിന്നെ LDCക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നോട്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. വൊക്കാബ്സിൻ്റെ തന്നെ ക്ലാസ് കേട്ടിട്ട്, വൊക്കാബ്സ്പീഡിയയുടെ തന്നെ ക്ലാസ് കേട്ടിട്ട് എഴുതിയെടുത്തിട്ടുള്ള നോട്ടുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ആദ്യം ഈ ടെക്സ്റ്റുള്ളത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതൊക്കെ തന്നെയാണ് വായിച്ച് നോക്കിയത്. ഇപ്പോൾ മുന്നത്തെ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അധികം സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അതായത് UGC ഫോം ചെയ്തത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ തന്നിട്ട് അത് ഏത് 5 ഇയർ പ്ലാനിലാണ് ഉൾപ്പെടുന്നത് ആ ഒരു രീതിയിലാണല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ മുന്നത്തെ പോലെ ആ ഇയറും അതുപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ആ 5 ഇയർ പ്ലാൻ, അങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവാണല്ലോ. അപ്പോൾ ഞാൻ നോട്ടും ടെക്സ്റ്റും വെച്ചിട്ട് തന്നെയാണ് ആദ്യം ഒന്ന് നോക്കിയത് കേട്ടോ. ASMന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നോട്ട്സൊന്നും എഴുതി കയ്യിലില്ലാത്തവർ ഇനിയിപ്പോൾ നോട്ട് എഴുതി ഉണ്ടാക്കി പഠിക്കാനുള്ള സമയമൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അധികം എനിക്ക് തോന്നുന്നു ഈ സൈലത്തിൻ്റെയൊക്കെ തന്നെ നല്ല ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിക്കണ കാര്യങ്ങൾ, അതായത് ഇയറൊക്കെ പഠിക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് എഴുതി വെക്കണത് നല്ലതായിരിക്കും കേട്ടോ. അതായത് പിന്നീട് നോക്കണ രീതിയിലല്ല, പക്ഷേ നമുക്ക് മൈൻഡിലേക്ക് ഒന്നും കൂടി കയറാനായിട്ട് ഞാനങ്ങനെ മെയിനായിട്ടുള്ള വേർഡ്സ് ഒന്ന് എഴുതി നോക്കാറുണ്ട് കേട്ടോ. ഒരു റഫ് നമുക്ക് വില കുറവിന് കിട്ടുമല്ലോ, റഫ് ബുക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് ബുക്സ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നീട് വായിക്കാനായിട്ട് പറ്റുന്ന രീതിയിലല്ല, അല്ലാണ്ട് ജസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് ഒന്നും കൂടി പതിയാൻ വേണ്ടിയിട്ട്, മറക്കാണ്ടിരിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിട്ടാണ് കേട്ടോ. ആ ഇയറും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ഫംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പോയിൻ്റ് ചെയ്തിട്ടുള്ള മെയിൻ പോയിൻ്റ് മാത്രം ഒന്ന് എഴുതി നമ്മൾ പഠിക്കണതിൻ്റെ ഒപ്പം ഒന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുക. അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ള 5 ഇയർ പ്ലാൻ്റെ നോട്ട് അത്യാവശ്യം നല്ല വാസ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്തത് ആണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ അതായത് ഈ കുറച്ച് നാൾ ഒരു 5-6 മാസം മുന്നേ വരെയൊക്കെ PSC കറക്റ്റായിട്ട് നോക്കിയിരുന്നപ്പോൾ നന്നായൊക്കെ നോട്ട് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബ്രേക്ക് വന്നതിൻ്റെ പേരിൽ എല്ലാം മറന്നു പോയിരിക്കുകയാണ്. വീണ്ടും റീകളക്ട് ചെയ്ത് എടുക്കണം എല്ലാതും. പിന്നെ ഈ ASM സാലറി വൈസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം LDനേക്കാട്ടിലും കൂടുതൽ സാലറി ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ അറിഞ്ഞത് കേട്ടോ. പിന്നെ പ്രിലിംസും ഇല്ലാണ്ട് എഴുതിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസ്റ്റ് തന്നെയാണത് ശരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ അത് ആ രണ്ടും വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തന്നെ, അതായത് 5 ഇയർ പ്ലാൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള PYQ മാത്രമുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസൊക്കെ ഉള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷനുള്ള വീഡിയോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കാണാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കുറേ മുന്നത്തെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിൽ ഇയറിൽ എല്ലാ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ 5 ഇയർ പ്ലാൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ
കുറേ പഴയതായ കാരണം കൊണ്ട് സെയിം തന്നെയായിരിക്കും. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണുമ്പോൾ കുറേ മുന്നത്തെ വീഡിയോസ് കാണാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ചാനൽ, അതായത് നമുക്ക് പറഞ്ഞു തരുന്ന രീതികളൊക്കെ ഒരു മനസ്സിലാവുന്ന ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഇത്രയ്ക്കും പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയങ്ങളിലപ്പോൾ ഒരുപാട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കൽ അത് അത്രയ്ക്കും എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ തന്നെയാണ് നോക്കേണ്ടത്. അധികവും PYQസും പിന്നെ ഈ ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ ഡിസ്കഷൻസ് കാണുന്ന വീഡിയോ, പിന്നെ എനിക്ക് ഈ സൈലത്തിൻ്റെ മാരത്തോൺ ക്ലാസ്സൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് LDയുടെ ഒക്കെ അതേ സിലബസ് തന്നെയായ കാരണം കൊണ്ട് അതിൻ്റെ മാരത്തോൺ ക്ലാസ്സുകൾ കാണുന്നത് നല്ലതായിരിക്കും. അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത് ഓവറോളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളും അത് ഈ ഒരു ക്വിക്ക് സ്റ്റഡി എന്നുള്ള നേരത്ത് അങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുന്നത് അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, അതായത് ഈ 2024 പകുതി തൊട്ട് പിന്നെ ഈ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് വേഗം നോക്കുന്നതാവും കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ഒരു വളരെ കുറച്ച് ദിവസങ്ങളല്ലേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാം വാരി വലിച്ച് പഠിക്കാണ്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂട്യൂബ് ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ പല ടെലഗ്രാം ചാനലുകളിലും അത് ഇതിൻ്റെയൊക്കെ PDF ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഈ വെള്ളിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. എനിക്കറിയില്ല ഇത് വെള്ളിയാഴ്ച രാത്രി അപ്ലോഡ് ചെയ്യാൻ പറ്റാണാവോ, അല്ലെങ്കിൽ പിന്നെ ശനിയാഴ്ച കൂടെ ഉണ്ടാവുക. പിന്നെ ശനി ഞായറും ഇവിടെ ദേവക്കുട്ടനും മൈഥിലിമോളൊക്കെ ഉണ്ടാവും, ക്ലാസ്സിലൊന്നും പോകണില്ലല്ലോ. അതുകൊണ്ട് സാറ്റർഡേ സൺഡേലത്തെ പഠനം എനിക്ക് എൻ്റെ കൺട്രോളിൽ അങ്ങനെ നിൽക്കാറില്ല. ഏത് സമയത്താണ് ഒഴിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് വായിക്കും. പിന്നെ അവരുണ്ടെങ്കിൽ അവരുടെ പഠനങ്ങളും പിന്നെ വേറെ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാലും അത് പിന്നെയുള്ള പഠനം ചിലപ്പോൾ കുറേ രാത്രിയായിട്ടൊക്കെ ആവും ഇരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും പല സാഹചര്യങ്ങളിലിരുന്ന് പഠിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അവരവർ തന്നെ അതിനുള്ളൊരു ടൈം ടേബിളൊക്കെ കണ്ടെത്തി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് അങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് കുറച്ച് PYQ തന്നെയാണ് നോക്കിയത്. പിന്നെ മാത്സാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒട്ടും നോക്കാത്തത് കേട്ടോ. എനിക്ക് റെയിൽവേയുടെ എക്സാം ഉണ്ടായിരുന്നു ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്സ് കുറച്ച് നോക്കിയിരുന്നു. 9-ാം തീയതിയാണ് എൻ്റെ ആ പരീക്ഷ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ട് തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഈ ജെറിൻ സാറിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ സാറ്റർഡേ സൺഡേ അപ്പോൾ എല്ലാവരും മാക്സിമം ടൈം ഒക്കെ കണ്ടെത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു 4th സ്റ്റഡി വ്ളോഗുമായിട്ട് കാണാം. ഓക്കെ, ബൈ.